ഒരു നരാധമൻ ശിക്ഷിക്കപ്പെടുമ്പോൾ 9 നരാധമന്മാർ ഉടലെടുക്കുമെന്ന് പറയുന്ന പോലെ കേരളത്തിലെ കൊലപാതക രീതികൾ ഒരിക്കലും മാറ്റമില്ലാതെ പിന്തുടരുന്നു. കോട്ടയത്ത് മകളുടെ ആൺ സുഹൃത്തിനെ പിതാവ് കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ആ നാടിനെയാകെ നടുക്കിയിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു അതുണ്ടായത്. എന്ന് വെച്ചാൽ ഇരവിപുരം സ്വദേശിയായിട്ടുള്ള അരുൺകുമാറിനെയാണ് വഞ്ചിക്കോവിൽ സ്വദേശിയായിട്ടുള്ള പ്രസാദ് കുത്തിക്കൊലപ്പെടുത്തിയത്. കൊലയുടെ സാഹചര്യം എന്ന് പറയുന്നത് സ്വന്തം മകളെ ശല്യം ചെയ്തെന്ന് ആരോപിച്ചുകൊണ്ട് തന്നെ അരുണും പ്രസാദും തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് കൊല നടന്നത്. ഇപ്പോൾ പ്രതിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് കൊല്ലപ്പെട്ട അരുണിന്റെ പിതാവ് എന്ന് പറയുന്നയാൾ. അദ്ദേഹം പറയുന്നത് കൂടി നമുക്കൊന്ന് നോക്കാം. അരുണിന്റെ പിതാവ് മാധ്യമങ്ങളോട് സംസാരിച്ചത് തന്റെ മകനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതാണെന്നാണ് ആ പിതാവ് മാധ്യമത്തോട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, പ്രതി പ്രസാദ് കഴിഞ്ഞ ദിവസം തന്റെ വീട്ടിലെത്തി മകൻ എവിടെ എന്ന് ചോദിച്ചിരുന്നു എന്നും അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം തനിക്ക് അവനോട് സംസാരിക്കണമെന്നും പ്രസാദ് അരുൺകുമാറിന്റെ അച്ഛനോട് പറഞ്ഞെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പ്രതി പ്രസാദിന്റെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ചിട്ടും അരുൺകുമാറിന്റെ അച്ഛൻ വളരെയധികം വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് അരുൺകുമാറിന്റെ പിതാവിന്റെ വാക്കുകളിലേക്ക് ഒന്ന് കടക്കാം. എന്ന് വെച്ചാൽ പ്രസാദിന്റെ മകൾ, ആ കൊച്ച് സ്വന്തം വീട്ടിൽ നിന്നും ഈ അടുത്ത കാലത്തായിട്ട് മാറി താമസിച്ചിരുന്നു. അങ്ങനെ മാറി താമസിക്കാനുള്ള കാരണം എന്തെന്നാൽ ഈ പ്രസാദിന്റെ വീടെന്ന് പറയുന്നത് നെല്ലിമുക്ക് ചിരട്ടക്കട ഭാഗത്തായിരുന്നു അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആ പെൺകുട്ടി തന്നെ ആ ഒരു വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ കാരണമെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണമായിട്ട് അരുൺകുമാറിന്റെ അച്ഛൻ പറയുന്നത് ഈ പ്രസാദിന്റെ സ്വഭാവ ദൂഷ്യം മാത്രമാണെന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ഈ പ്രസാദിന്റെ വൈഫ് എന്ന് പറയുന്നത് ഗൾഫിലാണ്. അതിന്റെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ച് അരുൺകുമാറിന്റെ അച്ഛൻ പറയുന്നത് എന്തെന്നാല്, അതായത് സ്വന്തം മകൾ കുളിക്കുന്നിടത്തുനിന്ന് വരെ ഒളിഞ്ഞു നോക്കുന്ന അച്ഛനാണ് പ്രസാദ് എന്നുള്ള അത്തരം സ്വഭാവ ദൂഷ്യങ്ങളുള്ള ആണെന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം തന്റെ മകൻ ഇടപെട്ടാണ് അവളെ അങ്ങോട്ടേക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയതെന്നും ഈ പറയുന്ന അരുൺകുമാറിന്റെ അച്ഛൻ വെളിപ്പെടുത്തുന്നുണ്ട്. കാരണം അവന്റെ ഭാര്യയും വിളിച്ചു പറഞ്ഞിരുന്നു മകളെ അവിടെ നിന്നും എത്രയും പെട്ടെന്ന് മാറ്റണമെന്നുള്ളത് ഈ അരുൺകുമാറിന്റെ അച്ഛനോട് വിളിച്ചു പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പ്രസാദിന്റെ കൂടെ നിർത്തരുത്, സ്വന്തം മകളെ നിർത്തരുത് എന്ന് പ്രസാദിന്റെ ഭാര്യ തന്നെ ഈ അരുൺകുമാറിന്റെ അച്ഛനോട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഈ കൊലപാതകം നടക്കുന്നതിന് ഏതാണ്ട് 2 ദിവസം മുൻപ്, അതായത് ഈ പറഞ്ഞ പ്രസാദ് എന്ന് പറയുന്നയാള് അരുൺകുമാറിന്റെ വീട്ടിൽ വന്നിട്ട് വളരെയധികം മോശമായിട്ട് സംസാരിക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ സംഭവത്തിന് ശേഷം അരുൺകുമാർ പിതാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതായത് തനിക്ക് എത്രയും പെട്ടെന്ന് എൻഗേജ്മെന്റ് ഈ കൊച്ചുമായിട്ട് നടത്തി തരണം എന്നുള്ള ഒരു ആവശ്യം പറഞ്ഞിരുന്നു എന്നുള്ളത്. മറുപടിയായിട്ട് അരുൺകുമാറിന്റെ അച്ഛൻ അന്ന് പറഞ്ഞത്, അതായത് മകന് 19 വയസ്സേ ഉള്ളൂ എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, നമുക്ക് സമയമുണ്ട്, നമുക്കൊരു സ്വന്തമായിട്ടൊരു കിടപ്പാടമെങ്കിലും ഉണ്ടാവട്ടെ എന്നാണ്, അതിനുശേഷം ആലോചിക്കാം എന്നുള്ള രീതിയിലാണ് അരുൺകുമാറിന്റെ അച്ഛൻ പറഞ്ഞത്. പക്ഷെ ഇന്നലെ പെൺകുട്ടി നിൽക്കുന്ന സ്ഥലത്ത് വിളിച്ചു വരുത്തിയിട്ടാണ് പ്രസാദ് എന്ന് പറയുന്ന നരാധമൻ ഈ പറയുന്ന അരുൺകുമാറിനെ കൊന്നത് എന്നുള്ളതാണ് അരുൺകുമാറിന്റെ പിതാവ് വെളിപ്പെടുത്തുന്നത്. എന്ന് വെച്ചാല് ഈ കഴിഞ്ഞ ദിവസമാണ് അരുണിനെ പ്രസാദ് കുത്തിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, കൊലയ്ക്ക് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. വൈകുന്നേരം ഒരു 6:30 മണിയോടെയാണ് കൃത്യം നടന്നത്. കാര്യം, മകളെ ശല്യം ചെയ്യുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് പ്രസാദും അരുണും തമ്മിൽ വാക്കേറ്റമൊക്കെ ഉണ്ടായിരുന്നു. ഫോണിലൂടെയാണ് ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരിക്കുന്നത്. ആ ഒരു വാക്കേറ്റത്തെ തുടർന്നുകൊണ്ട് തന്നെ ഇത് ചോദ്യം ചെയ്യാനായിട്ട് തന്റെ സുഹൃത്തുക്കളെയും കൂട്ടിയിട്ട് അരുൺകുമാർ ഇരട്ടക്കടവ് എന്ന സ്ഥലത്തെത്തിയിട്ട് പ്രസാദിനോട് അവിടെ വെച്ച് വീണ്ടും വാക്കേറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിന്റെ ഒരു പകയായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. കഥ എന്ത് തന്നെ ആയാലും ഈ ഹത്യ ചെയ്തിട്ടുള്ള നരാധമന് വേണ്ട ശിക്ഷ കൊടുക്കണമെന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ പ്രസാദിന്റെ വീട്ടിൽ വെച്ച് വാക്കുതർക്കം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ അരുണ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി സംസാരിച്ച്, പെൺകുട്ടി മാറി താമസിക്കുന്ന ആ വീട്ടിലെത്തി സംസാരിച്ച് നിൽക്കുന്നതിനിടെ പ്രസാദും അവിടെ എത്തുകയായിരുന്നു എന്നുള്ളതാണ്. അരുണിനെ മകൾക്കൊപ്പം കണ്ട പ്രസാദ് വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തി കൊണ്ടാണ് ആക്രമിക്കുകയും നെഞ്ചിൽ ആഴത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. അതാണ് മരണകാരണവും.
കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ഒരു പ്രസാദ് എന്ന നരാധമൻ ശിക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ 9 നരാധമന്മാർ വീണ്ടും ജനിക്കും. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ.